കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ജോബുകളിലേക്ക് ജോബ് മേഖലകളിലേക്ക് നമുക്ക് എത്താൻ കഴിയുക നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൽ രണ്ട് വ്യത്യസ്തമായ മേഖലയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ കഴിയും. ഒന്ന് ബിസിനസ് ഓറിയന്റഡ് ആയിട്ടുള്ള മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ എയർപോർട്ടിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ആദ്യം നമുക്ക് ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റി നമുക്ക് അവൈലബിൾ നമുക്ക് നോക്കാം. നിങ്ങൾക്ക് അക്കൗണ്ട്സിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും, ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ നിങ്ങൾക്ക് സെയിൽസിൽ വർക്ക് ചെയ്യാൻ പറ്റും, മാർക്കറ്റിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും, അഡ്മിനിസ്ട്രേഷനിൽ വർക്ക് ചെയ്യാൻ പറ്റും, മാനേജ്മെന്റിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷൻസിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇനി നിങ്ങൾ എയർപോർട്ടുമായി ബന്ധപ്പെട്ട് പോകുന്ന സമയത്ത് രണ്ട് തരത്തിലുള്ള ജോബുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകളും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ജോബുകളും അവൈലബിൾ ആണ്. ഇപ്പൊ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകൾ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അത് വരുന്നത് ഓപ്പറേഷൻസ് അതേപോലെ തന്നെ ടെക്നിക്കൽ, ഈ രണ്ട് മേഖലകളാണ് കൂടുതലും എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ജോബുകൾ വരുന്നത്. ഇപ്പൊ ഇത് ഒരു ജൂനിയർ എക്സിക്യൂട്ടീവ് ലെവലിലാണ് ഇതിലെ ജോബുകൾ വരുന്നത്, ഒരു ഗസറ്റഡ് ആയിട്ടുള്ള റാങ്കാണ് ഇതിൽ വരുന്നത്. അപ്പോൾ കൂടുതലായിട്ടും ഈ പറയുന്ന BE അതേപോലെ BTech അതേപോലെ BSc MBA ഇങ്ങനെ കഴിഞ്ഞ ആളുകൾക്കാണ് കൂടുതലും ഇതിൽ അവസരങ്ങൾ ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് അടുത്തതായിട്ട് നമ്മളുടെ ഈ കോഴ്സ് കഴിഞ്ഞാൽ ഈ BBA വിത്ത് ഏവിയേഷൻ പഠിക്കുന്ന കുട്ടികൾക്ക് പോകാൻ പറ്റുന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് ആണ്. അപ്പോൾ അതിൽ രണ്ട് തരത്തിലുള്ള ജോബുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഒന്ന് പ്രൈവറ്റ് എയർലൈൻസിന്റെ ജോബുകളും അതേപോലെ ഈ പ്രൈവറ്റ് എയർലൈൻസിന് ആളുകളെ സപ്ലൈ ചെയ്യുന്ന ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികൾ, അതിലും നിങ്ങൾക്ക് ജോബ് അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് ജോബ് ലഭിക്കുക. അപ്പോൾ എയർലൈൻസിലാകുമ്പോൾ ഡയറക്റ്റ് ജോബുകൾ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഈ ഡയറക്റ്റ് എയർലൈൻസിലും അതേപോലെ ഗ്രൗണ്ട് ഹാൻഡ്ലിംഗ് കമ്പനികളും വ്യത്യസ്ത ഡിവിഷനുകൾ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് ട്രാവൽ ആൻഡ് ടിക്കറ്റിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ ബാഗേജ് ഹാൻഡ്ലിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും, ചെക്കിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റും, ചെക്കിനിൽ വർക്ക് ചെയ്യാൻ പറ്റും, സെക്യൂരിറ്റിയിൽ വർക്ക് പ്രോസസ്സിംഗിൽ വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ റാമ്പിൽ വർക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ള വ്യത്യസ്ത ജോബ് പ്രൊഫൈലിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് പഠിച്ചതിന് ശേഷം ജോബ് കിട്ടുന്നതിന് വേണ്ടി എന്തൊക്കെ സ്കില്ലുകളാണ് സ്റ്റുഡൻസിന് ഉണ്ടായിരിക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ രണ്ട് ടൈപ്പ് സ്കില്ലുകളാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത്. ഒന്ന് ഹാർഡ് സ്കില്ലും രണ്ട് സോഫ്റ്റ് സ്കില്ലും. അപ്പോൾ ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടെക്നിക്കൽ അല്ല സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യേണ്ട സ്കില്ലാണ്. കാരണം അതൊരു ഗ്ലോബൽ കരിയറാണ്. അപ്പോൾ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പോൾ വേൾഡ് ജിയോഗ്രഫിയെ കുറിച്ച് അറിയണം, അതേപോലെ നിങ്ങൾക്ക് അയാട്ട ഏരിയ, അയാട്ട കോഡ്സുകൾ, സിറ്റി കോഡ്, കൺട്രി കോഡ്, എയർപോർട്ട് കോഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതേപോലെ GDS ടിക്കറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ച് അറിയണം. പിന്നെ എയർപോർട്ടിനെ കുറിച്ച് വ്യക്തമായ ധാരണ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതേപോലെ ലാൻഡ് സൈഡ്, എയർ സൈഡ്, ടെർമിനൽ, ഇതിൽ വരുന്ന ഓപ്പറേഷൻസ് ഏതൊക്കെയാണ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾ വ്യക്തമായി നിങ്ങൾ മനസ്സിലായിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾക്ക് സോഫ്റ്റ് സ്കില്ലുകൾ, ആളുകളുമായി നമ്മൾ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആവശ്യമുള്ള സ്കില്ലാണ് സോഫ്റ്റ് സ്കിൽ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ മെയിനായിട്ട് വരുന്നത് നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി മസ്റ്റ് ആണ്. ഇംഗ്ലീഷ് ഈസ് വെരി മാൻഡേറ്ററി ആണ്, നിർബന്ധമായിട്ട് ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. ഹിന്ദിയും